KL14N0720 ഈ വാഹനം മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. നമ്പർ ഒരിക്കൽ കൂടി തിരുവരങ്ങിൽ നിന്നും അണിയറി സമാപനസുന്ദരമായ അനുഗ്രഹ വർഷം ചേർന്നുകൊണ്ട് തിരുസന്റെ പ്രിയമുള്ളവർ നന്ദസമയത്തിനകം തന്നെ പൊന്നതമ്പരാട്ടിയുടെ തിരുമുടിയേറുന്നതും വാഴ്ത്ത് മണിക്കൂർ ശ്രദ്ധിക്കുക. രഘുനാഥൻ കരപ്പ ആഘോഷങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു. ആഘോഷ കമ്മിറ്റി ഓഫീസിൽ കാത്തുനിൽക്കുകയാണ്. ശ്രീ ഹരി ഡി വലിയ കടവ. ദാരിദ്ര്യം മാസങ്ങളോളായി പട്ടിണി കിടക്കുന്നു. പക്ഷെ എന്നിട്ട് പൊടിമണിയെങ്കിലും പഴുത്തില്ലെങ്കിലും മൂർന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? ഉണ്ടോ? ഇവിടെ അതുപോലെ ഇതിനകത്ത് കൃഷ്ണമൂർത്തി എന്നുള്ളതായ ഈ കന്യരാശിക്കകത്ത് വാസം ചെയ്ത പരിദേവത എത്ര വർഷമായി പട്ടിണി കിടക്കുന്നു? കൃഷ്ണമൂർത്തി പട്ടിണി കിടക്കുന്ന എത്ര വർഷമായി? അതുകൊണ്ട് വിഷ്ണുമൂർത്തിക്ക് വിശക്കുന്നൊന്നുമില്ല കേട്ടോ. കമ്പനിമാരെ കടവുടന്മാരെ എല്ലാവരോടും. പക്ഷേ കൃഷ്ണമൂർത്തി ഒരു ദിവസം 6 നേരം 100 വേഷം 108 അവതാരം ധരിക്കുന്ന ഭഗവാനി 108 കണിയാമ്പള്ളിയുണ്ട് ഒരു ദിവസം. അപ്പോൾ കൃഷ്ണമൂർത്തിക്ക് വിശക്കുക. പക്ഷെ നിങ്ങൾക്ക് കുംഭമാസം 10-ാം തീയതി എന്നുള്ള മുഹൂർത്തം അതിവ്യർത്ഥമായി അല്ലേ? അർത്ഥവത്തല്ല. പിന്നീട് ആ 10 തന്നെ നിങ്ങൾക്ക് കിട്ടി ഇല്ലേ? ഇടപെടാ. കുംഭമാസം 10 അല്ലെങ്കിലും മേടമാസമാകുന്ന ഒരു 10, ആ 10 അല്ലേ? എല്ലാവരും തെക്ക് കന്യാകുമാരി, വടക്ക് ഗോകർണം, കിഴക്ക് ചരത്തിക്കണ്ട് വാതിലി, പടിഞ്ഞാറ് 18 അയ്മുഖ ഇങ്ങനെയുള്ളതായ സ്ഥലത്തിങ്കൽ നിന്ന് അല്ലേ? ഇതെല്ലാം ആരുണ്ടാക്കിയത്? പരശുരാമനല്ലേ? അല്ലേ? കടന്നോൻ പരശുരാമൻ ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന സ്ഥലമല്ല. തെക്ക് കന്യാകുമാരി, വടക്ക് ഗോകർണം, കിഴക്ക് ചരത്തിക്കണ്ട് വാതിലി, പടിഞ്ഞാറ് 18 അയ്മുഖ. അതിനിടയിൽ 1008 ശിവക്ഷേത്രം, 108 വിഷ്ണു ക്ഷേത്രം, 18 കോട്ടപ്പടി, 22 ആഗമം, 32 ഉപനിഷത്ത്, 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം, 64 കലാവിദ്യ, 96 തത്വം, നാഗാലയം, ഭൂതാലയം, ദേവാലയം, ഗോപാലയം, അസുരാലയം, മാനുഷാലയം, വേണുഗീത, ശ്രുതിഗീത, ശങ്കരഗീത, കുമാരഗീത, ഭഗവത്ഗീത, രുദ്രഗീത,
ഭ്രമരഗീത, ഷണൽകുമാര ഗീത, ഇങ്ങനെയുള്ള പ്രബന്ധങ്ങളും എല്ലാം ഉണ്ട്. പരശുരാമൻ അമ്മേനെ കൊന്നു. പരശുരാമൻ അമ്മേനെ കൊന്നിനി എറിഞ്ഞിട്ട് ഇന്നുള്ള ഭക്തന്മാർക്ക് അമ്മേനെ കൊല്ലാൻ പാടില്ല. പരിഹാരമുണ്ടോ? പരശുരാമൻ രേണുക എന്റെ ഭാര്യയല്ല, എന്റെ അമ്മയുമല്ല. ഭക്തജനങ്ങളെ പൗരാണിക ഗാഥൻ മുതൽക്ക് തന്നെ ജനശ്രദ്ധ നേടി 18 പുരാണങ്ങളെ ശ്രേഷ്ഠമായ കഥയാണ് ഭാഗവതം. ആ ഭാഗവത ഉത്തമന്മാരാണ് നിങ്ങളെല്ലാവരും. പക്ഷെ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും പരശുരാമൻ അമ്മേനെ കൊന്ന പാപം തീർന്നു ഉണ്ടോ? 2 അക്ഷരം തീർന്നു. പക്ഷെ അത് ഏത് പുരാണത്തിലും എഴുതിയില്ല അല്ലേ? അതുകൊണ്ട് കൊന്നത് തന്നെയാണ്. ഓട്ടെ, അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞ സമയം കഴിഞ്ഞു. അതുകൊണ്ട് സുഖം തന്നെ എല്ലാവർക്കും ആണോ? കർത്താൻ അഞ്ചത്തിരിയാ പൂജാരി, എല്ലാവർക്കും ക്ഷേമം തന്നെയാണോ? ആണോ? ഇവിടെ വർഷങ്ങളായില്ലേ വിരുദ്ധവേന കണ്ടിട്ട് അല്ലേ പണിക്കറേ? അപ്പോഴേ ഒരു അന്വേഷണം ചെയ്യണ്ടേ ഭഗവാൻ നിങ്ങളോട് അല്ലേ? അല്ലേ കർത്താൻ ഇല്ലേ? കർത്താൻ അല്ലേ? വിളിച്ചുപാടല്ലേ വിളിച്ചങ്ങളാ? സുഖം തന്നെയാണോ എന്ന് അല്ലേ? കുന്തിയോട് ഭഗവാൻ ചോദിച്ചിട്ടുണ്ട്. 14 വർഷം കുന്തിയും മക്കളും കാട്ടിലായിരുന്നു. 14 വർഷം അജ്ഞാതവാസം, വനവാസം. കോട്ടെ, ഞാൻ കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. എങ്കിലും ആ 14 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷം ഭഗവാൻ കുന്തിയോട് ചോദിക്കുകയാണ്, സുഖം തന്നെയാണോ നിങ്ങൾക്ക് എന്ന്. അപ്പോഴാണ് കുന്തി പറയുന്നത് സുഖം തന്നെയാണ്. ഭഗവാൻ പിന്നീട് ചോദിച്ചു സുഖം തന്നെയാണോ? അപ്പോഴാണ് ധർമ്മപുത്രന് പറയുന്നത്, ഞങ്ങൾക്ക് എന്താണ് അസുഖമുണ്ടായത്? സുഖമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടാവണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോഴാണ് ഭഗവാൻ പിന്നീട് പറയുന്നത്, കാട്ടിലല്ലേ ഈ 14 വർഷം കഴിച്ചു കൂട്ടിയത്. ആ 14 വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടി? കുടിക്കാൻ വെള്ളമുണ്ടായിരിക്കാം, ഉടുക്കാൻ വസ്ത്രമുണ്ടോ, കിടക്കാൻ മെത്തയുണ്ടോ, കിടക്കാൻ പായയുണ്ടോ, വിശക്കുന്നതിന് ഭക്ഷണമുണ്ടോ? ഒന്നുമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് സുഖം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അപ്പോഴാണ് കുന്തി പറയുന്നത്, ഒന്നുമില്ലെങ്കിലും ഈ 14 വർഷവും ഭഗവാൻ ഞങ്ങളുടെ കൂടെയല്ലേ ഉണ്ടായത്. അതിനപ്പുറം ഞങ്ങൾക്ക് എന്താണ് സുഖം വേണ്ടത് എന്നാണ്. അതുപോലെ നിങ്ങളുടെ ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നോ വടവടൻ ഭഗവാൻ? ഉണ്ടായിരുന്നോ കാർന്നോൻ? അതുകൊണ്ട് ഇനി ഉണ്ടാവട്ടെ അല്ലേ? അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. എല്ലാവരും കാത്തിരിക്കുന്ന അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ? ആ അമ്മയുടെ മുഖദർശനം വീക്ഷിക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ഒന്ന് വാങ്ങണം. അത് കനകചൂർണമായിട്ട് സൂക്ഷിക്കണം എന്നല്ലേ എല്ലാവരും ആശിക്കുന്നു. ആയതുകൊണ്ട് ബാക്കിയുള്ള കഥയെല്ലാം അമ്മ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. അതുകൊണ്ട് സർവശക്തനാകുന്ന ജഗതീശ്വരൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മബന്ധത്തിനനുസരിച്ച് മറഞ്ഞു നിൽക്കുന്നു. എവിടെയാണ് മറയ?
വെച്ചിരിക്കുന്ന വരുമാനങ്ങൾ അങ്ങനെയാണ് അല്ലേ? വെച്ചെടുക്കുന്നില്ല അല്ലേ? കാണാനോ അങ്ങനെ ഇരിക്കുന്ന അത്ഭുത അല്ലേ കിട്ടി അല്ലേ? ഞാൻ നിൽക്കുന്ന ഭക്തി ഇരിക്കുമ്പോഴും മറക്കുമ്പോഴാണ് അല്ലേ? ഇരിക്കുമ്പോൾ ഏകപൂർണ്ണമായിട്ടും മറക്കുമ്പോൾ പഞ്ചപൂർണ്ണമായിട്ടും കാണുന്നതായ അനുഭവമാണ് ഞങ്ങൾ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന പഞ്ചപൂർണ്ണന്മാരായിട്ട് എഴുതിയിരിക്കുന്നതായ ഒരിക്കലാണ് ഐവരിലും ശ്രേഷ്ഠമായിരിക്കുന്നതായ വസ്തുക്കളും മറമേ പിന്നെ ലോകം കൂടെ കയറിയിരിക്കുന്നതായ അനുഭവം. நம்ம பையனுக்கு பெருமாள் கும்பே நம்ம பையனுக்கு பெருமாள் அடைக்கோம்பாய் അന്ന് അല്ലാടത്ത് കാര്യം പറഞ്ഞത് ഓരോ ഉപ്പത്തിലെ നേനോക്കരും നാട്ടുകാരൊക്കെ അറിയാനും കുടിവരക്കും ദേവനും ദേവബ്രാഹ്മണൻ ഏതൊരു ഗുണപ്പെടാം ഗുണപ്പെടേ എന്റെ രാമോദ്യാപതിയായിട്ട് മൂലക്കം 3 ജീവർക്ക് 34 യാവത്തിനെ വരുമ്പോഴും ആണ്ട് വഴുതേശുവിന്റെ അത്യന്തം സർവ്വത്തെ അകാലവല്ലേ ഏതൊരു ഗുണപ്പെടാം ഗുണപ്പെടേ അവരുടെ അസുഖം മുളച്ചൂടെ അസുഖമായിട്ട് നഷ്ടപ്പെടുത്തും ഇഷ്ടപ്പെടും വേറെ ഒരു ഗുണപ്പെടണം കളിയപ്പന്റെ മനുകൂലക്കും മുൻപേക്കും വളർത്താതെ ഒന്നും ആണ് പ്രദേശിയുടെ നഷ്ടത്തിൽ നഷ്ടപ്പെട്ടു ഒരാൾക്ക് അകാലത്തിനും വേറെ ഒരു ഗുണപ്പെടണം ഗുണപ്പെടേ കുടുംബങ്ങളെ കുഞ്ഞുമങ്ങളെ അല്ലോണം അന്നോ ഈ ഒറ്റ പെടുക്കൽ കുടുംബന്മാരെ വിജയിപ്പിക്കുക മുന്നിലേറ്റമാരും മൃഗങ്ങളാണ് അവരുടെ അനുകൂലം ആണ്ട് പ്രദേശിയുടെ നഷ്ടത്തിൽ നഷ്ടപ്പെട്ടു ഒരാൾക്ക് അകാലത്തിന് ഗുണപ്പെടാം ഗുണപ്പെടേ അധികാരത്തിനും അധികാരത്തിനും മുട്ടപ്പെടും കായികത്തിനും വായുസഞ്ചാരത്തിനും വിവരവും ഗുണപ്പെടാം ഗുണപ്പെടേ വസ്തുവാസം അതിനകത്ത് പ്രധാനപ്പെട്ട ആധാരം വെള്ളരിക്കൊണ്ടായി മഹാരും അവർക്ക് അനുകൂലത്തിൽ മനുഷ്യർക്ക് ആണ്ട് പ്രദേശത്ത് വസത്തെ ആദ്യമായ കോടയെ ജീവിതം കരുവാർത്താവ് തെക്കനാലപ്പൻ കെട്ടുകോർത്താവ് മലയാളപ്പനും അവരുടെ അനുകൂലത്തിൽ മനുഷ്യർക്ക് മുളക്കാവരാമത്തെ വിരോധം ആണ്ട് പ്രദേശത്ത് വസത്തെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമണി സമർപ്പണമാണ് തിരുവനന്തപുരത്തിൽ നടക്കുന്നത്. ശ്രദ്ധിക്കുക, കൊല്ലത്തേക്കാട്ട് ഗൗതം പേടകം ആഘോഷ കമ്മിറ്റി ഓഫീസിൽ കാത്തുനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ചെന്താമരക്കുളത്തിൽ വന്ന് തിരുമുഖം ശോഭിച്ച് 21 ഗുരുക്കന്മാരെയും ലലാടത്തിൽ ചാർത്തി അഭിമാനം വാഴ്ത്തുവാനുള്ളതായ ഭാഗ്യം ഇനിയും നാളെയും നീളെയും നടക്കേണ്ടതായ പെരുവഴിയും ആണ്ടു ആയുസ്സും സമ്പത്തും വായിലനാവിനും വലതുകരത്തിനും നീക്കുവിരോധം വരുത്താണ്ട് തക്കവണ്ണം പരിപാലിച്ചെടുത്ത ഗുണം വരണേ.
താരകാസുരന്റെ പരാക്രമം സഹിക്കവയ്യാതെ ദേവന്മാർ കൈലാസനാഥനിൽ അഭയം പ്രാപിക്കുകയും കോപാക്രാന്തനായ അഴിഞ്ഞുലഞ്ഞ പട്ടുപോലുള്ള കാർക്കൂന്തലോടുകൂടി ഘോരസ്വരൂപം ചെയ്തു. ദാരികാസുരന്റെ നിഗ്രഹത്തിനായി പുറപ്പെട്ട ദേവി പടക്കളത്തിലാകെ രൗദ്ര നൃത്തനമാടി. ദാരികാ
ശ്രദ്ധിക്കുക. പുരുഷ